ഓം സർവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഒന്ന് രണ്ട് പേര് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ശ്രീബുദ്ധൻ്റെ അവസ്ഥയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ രീതി ശരിയാണോ എന്നുള്ള ഒരു രീതിയിലാണ് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചം നിലനിന്ന് പോകുന്നതിൻ്റെ പിന്നിലൊരു ചോദ്യങ്ങൾക്കെല്ലാം അപ്പുറമായി, ഉത്തരങ്ങൾക്കെല്ലാം അപ്പുറമായി നിലകൊണ്ട് നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യമാണ് ഇവിടെ ഒരു ധർമ്മവും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ധർമ്മം ക്ഷയിച്ചിരുന്ന കാലഘട്ടത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത്. അങ്ങനെയാണ് ധർമ്മയുദ്ധം ഉടലെടുത്തത്. അതേപോലെ സ്നേഹം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ഭാവത്തിൽ അതേ ദൈവചൈതന്യം അവതരിച്ചത്. അങ്ങനെ പറയേണ്ടി വരും. നമ്മളിവിടെ അവരുടെ ശരീരത്തിനല്ലേ കാണണേ. ശരീരത്തിന് മുന്നേ അവരിലുള്ള അറിവുണ്ടായിട്ടുണ്ട്. അതാണ് പരമ്പൊരുൾ. ആ പരമ്പൊരുളിന് എല്ലാം അറിയാം. ഘട്ടം ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി എന്നെല്ലാം ഇവിടെ ചെയ്ത് തീർക്കണം, അവതരിപ്പിക്കണം എന്നൊക്കെ ആ പരമ്പൊരുളിന് നേരത്തെ അറിയാം. എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ആദിയിൽ ആദിയായി കുടികൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യ ഘടകം തന്നെയാണ്. അതിൻ്റെ അവതരണമാണ് ഈ കാണുന്ന, നമ്മൾ കണ്ടും മനസ്സിലാക്കിയൊക്കെ ഇരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലെ പരിവർത്തന ഭാവങ്ങൾ. അതിന് ഓരോ ശരീരങ്ങളെടുത്ത് ആ അറിവ് ആ കാലഘട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു പരമ്പൊരുൾ തന്നെയാണ് ഇവിടെ ധർമ്മം ക്ഷയിച്ച സമയത്ത്, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ചത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധം, അറിവ്, അത് ആ പരമ്പൊരുൾ തന്നെ രൂപം കൊണ്ട് ഏറ്റു വന്നിട്ടുള്ളതാണ്. അങ്ങനെ കാണാം നമുക്ക്. അതുപോലെ സ്നേഹം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ അതേ പരമ്പൊരുൾ തന്നെ, അതേ ജ്ഞാനേശ്വരൻ തന്നെ, അതേ ആ ദൈവചൈതന്യം തന്നെ രൂപം കൊണ്ടുവന്ന വചനങ്ങളായിട്ട്, അറിവുകളായിട്ട് ഇവിടെ യേശുക്രിസ്തു ഭാവത്തിൽ വന്നത് സ്നേഹം വിഭാവനം ചെയ്യാൻ അങ്ങനെ അവതരിപ്പിച്ചു. ആ പരമ്പൊരുൾ യേശുവിൻ്റെ രൂപത്തിൽ, വചന രൂപത്തിൽ, അതൊക്കെ ഇന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണ്. അതൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഇവിടെ മനുഷ്യർ ഈ രീതിയിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിലൂടെ വന്ന വചനങ്ങളുടെ ശ്രവണം കൊണ്ടും അതിനെ പിന്തുടരുന്നത് കൊണ്ടൊക്കെ. മനസ്സിലായോ? അതിനൊന്നും മരണമില്ല. അതൊക്കെ ആ ബ്രഹ്മജ്ഞാനം തന്നെയാണ്. പ്രപഞ്ചം നിലനിൽക്കുന്ന കാലം വരെയും അല്ലെങ്കിലും അതൊക്കെ അവിടെ കുടികൊള്ളും, അവിടെ ഉണ്ടാവും. അവരൊക്കെ അതാത് ധർമ്മങ്ങൾ പാലിച്ചു തിരിച്ചു പോകുന്നു. ശരീരം വെടിഞ്ഞു പോകുന്നു. അതുപോലെ ബുദ്ധൻ ഇവിടെ, ശ്രീബുദ്ധൻ ഇവിടെ ഉദയം കൊണ്ടതും ഹിംസ പെരുകി അഹിംസയുടെ ഭാവത്തിൽ ഇവിടെ അതേ ചൈതന്യം തന്നെയാണ് ശ്രീബുദ്ധനായി ഇവിടെ അവതരിച്ചതും. ഹിംസ എന്താണെന്നും അത് അഹിംസയാണ് പ്രധാനമെന്നും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഇവിടെ കാലം കഴിച്ചതായിട്ടുള്ള ചരിത്രമാണ് നമുക്കറിയാം. അപ്പോൾ അതേ പരമ്പൊരുൾ തന്നെ ഇവിടെ കൃഷ്ണനായി വന്നതും ക്രിസ്തുവായി വന്നതും അതേ ചൈതന്യവും തന്നെ ആ കാലഘട്ടത്തിൽ ഇവിടെ ബുദ്ധനായ രൂപം കൊണ്ടതും ആ ഒരു ശക്തി തന്നെ. അതൊക്കെ ദൈവഭാവമാണ്, അറിവായിട്ടാണ് വന്നിരിക്കുന്നത്. അവരറിവ് ഇവിടെ വിഭാവനം ചെയ്ത് ആ ഒരു ശരീരങ്ങൾ, അതാത് ശരീരങ്ങളെടുത്ത് അതിലൂടെ അറിവ് വിഭാവനം ചെയ്ത്
അവർ ശരീരം വിടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അറിവ് ഇന്നും ഇവിടെ വിതച്ച് വിത്ത് പോലെ അതിങ്ങനെ മുളയിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ജനഹൃദയങ്ങളിൽ, ബോധതലത്തിൽ. മനസ്സിലായോ? അതിങ്ങനെ പിന്തുടർന്നിട്ടിരിക്കുകയാണ്. അതുപോലെ സാഹോദര്യം നഷ്ടപ്പെട്ട കാലത്ത് ആണ് ഇവിടെ മുത്തുനബി അവതരിച്ചതെന്ന് പറയേണ്ടി വരും. മുത്തുനബിയിലൂടെ അവതരിച്ച സൂക്തങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ അതേ ദൈവിക ചൈതന്യം തന്നെ, ആ പരമ്പൊരുൾ തന്നെ, ആ ജ്ഞാനം തന്നെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടി മുത്തുനബിയിലൂടെ രൂപം കൊണ്ടു. അത് അങ്ങനെ ഒരു ഘട്ടം. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ അതാത് ധർമ്മം ക്ഷയിക്കുമ്പോൾ ആവശ്യമാകുന്ന സന്ദേശങ്ങളുമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയായിരിക്കുന്ന, സത്യമായിരിക്കുന്ന, ജ്ഞാനപ്പൊരുളായിരിക്കുന്ന ആ ഒരു മഹാ ചൈതന്യഘടന, ദൈവീകത, ദിവ്യമായ അവസ്ഥ അതാത് കാലഘട്ടങ്ങളിൽ അതാത് രൂപനാമങ്ങളെടുത്ത് വന്ന് ഇവിടെ ജനങ്ങളിൽ അതിൻ്റെ ജ്ഞാനം നൽകി തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമുക്ക് കണ്ടാൽ മതി. മറിച്ച് നമ്മൾ മാനുഷികമായി സാധാരണ തലത്തിലുള്ള അറിവുകൾ വെച്ച് നമ്മൾ ഇവരൊക്കെ അളക്കാൻ ചെന്നാൽ അവിടെ ഒരർത്ഥവുമില്ല, പറ്റുമില്ല, അതിനൊരു ഉത്തരം കിട്ടുകയില്ല, ഒരു സമാധാനവും കിട്ടുകയില്ല. അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാദിക്കാനും തർക്കിക്കാനും സമയം ഉണ്ടാവുള്ളൂ. ഈ വാദിക്കുന്ന തർക്കിക്കുന്നിടത്തൊന്നും ഈ പറയുന്ന പൊരുളില്ലെന്താനും സത്യവുമില്ലെന്താനും അവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അനുഭവബോധ്യമോ യഥാർത്ഥ ഒരു സത്യത്തിൻ്റെ ഒരു പ്രകാശമോ അവരുടെ ഹൃദയത്തിലോ ബോധതലത്തിലോ തെളിഞ്ഞിട്ടില്ല. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുഭവമില്ലാതെ തർക്കിക്കുന്നത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊക്കെ, വേണ്ടാത്തതിനെക്കുറിച്ചൊക്കെ തർക്കിച്ച് അവരുടെ ബോധം വെറുതെ കെട്ടുപോവുകയാണ്. അതുപോലൊക്കെ തന്നെ നമ്മളില്ലാത്ത ആ കാലഘട്ടത്തിൽ, അവരുടെ കാലഘട്ടത്തിൽ, അന്നത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല അത്ഭുതകരമായ, ഇന്നത്തെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹസികങ്ങളായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതൊക്കെ അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതൊക്കെ വിശ്വസിക്കേണ്ടതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അന്നത്തെ മഹാത്മാക്കളൊക്കെ അത്ഭുതകരമായ കർമ്മപദ്ധതികൾ നടപ്പിലാക്കി പോയ ഒരു മണ്ണാണ് ഈ ഭൂതലം. അതിനൊക്കെ നമുക്ക് ശിരസാ നമിച്ച് അംഗീകരിക്കാനേ അവകാശമുള്ളൂ. ആത്മാക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ വാദിക്കാനും തർക്കിക്കാനും അതിലെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വാദിക്കാനും തർക്കിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങും എത്തിച്ചേരില്ല. അവിടേക്ക് നിൽക്കണ്ട, അതിലേക്ക് നിൽക്കണ്ട എന്നാണ് എൻ്റെ ഏകപക്ഷീയമായ അഭിപ്രായം. അതുപോലെ മറ്റൊരു വ്യക്തി പറയുകയുണ്ടായി, ഞാൻ ഇതേമാതിരി സംസാരിക്കുമ്പോൾ എനിക്ക് ചുറ്റും ഒരു പ്രഭാവലയം കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ക്യാമറയുടെ ലൈറ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ അത് അവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറ വളരെ സാധാരണ ഒരു മൊബൈലാണ്. അതിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റൊന്നുമില്ല, ഒരു ട്യൂബ് പോലുമില്ല. തുറന്ന ഒരു ജനലിൻ്റെ അരിയത്തിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിനൊരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ സന്ദർഭങ്ങളിൽ പറയാനില്ല. എന്നോട് ക്ഷമിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി.